ഹേ ഗൈസ്, വെൽക്കം ടു ഫസ്റ്റ് ടേക്ക്. ചെടിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ യോഗ മെഡിറ്റേഷനിലേക്ക് പോകാമെന്ന് അല്ല. ഇവിടെ നല്ല മെസ്സാണ്. സംഭവം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഉറക്കം ഞെട്ടി. ഓക്കെ, ഉറങ്ങാൻ നോക്കിയിട്ട് ഉറക്കം വരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ അടുത്ത് മണി പ്ലാന്റ് ഉണ്ട്. അത് ചെറിയ പോട്ടിലാണുള്ളത്. പിന്നെ ഒരു വെള്ളത്തിലുള്ള മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അതെടുത്ത് മാറ്റട്ടെ വിചാരിച്ചു. കാരണം അതിന് സ്ഥലമില്ല വളരെ. സോ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ട അറിയില്ല. എനിക്ക് ചെടികളായിട്ട് കണക്ഷൻ തീരെയില്ല. ചട്ടിയുണ്ട്, മണ്ണുണ്ട്. മണ്ണ് ഞാൻ ഈ ചട്ടിയാണ്, ഈ ചട്ടിയിലേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ചട്ടി പുറത്ത് ബാൽക്കണിയിലായിരുന്നു. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഫുൾ മണ്ണ് ചോർന്നു പോയി. അപ്പോൾ ഞാൻ എന്താ, പിന്നെ എൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ബിൽഡിങ്ങിൽ. ഞാൻ അവർക്ക് വാട്സാപ്പ് ചെയ്ത് അവരെടുത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ടതാണ് മണി പ്ലാന്റിന് ഇങ്ങനെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, അപ്പോൾ ഈ ചട്ടിയുടെ മണ്ണൊക്കെ പോയി അടിയിൽ കൂടെ ലൂസായി പോയി. എന്നിട്ട് അത് ഞാൻ ഡസ്റ്റ് പാനിൽ വാരി അത് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ സാധനം വെച്ച് ആ മണ്ണിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കട്ടിയാക്കി സെറ്റാക്കി വെച്ചു. ഇനി ഇതിനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. മഞ്ഞയിലൊക്കെ കുറേ വന്നിട്ടുണ്ടാവും. ഇതിനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കണ്ടോ, വളരെ സ്ഥലമില്ല. ഇത് കുഞ്ഞി ചട്ടിയാണ്, നമുക്ക് ഇത്രയേ ഉള്ളൂ ചട്ടി. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ, ഇത് ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ വരുന്നത് ഒരു ബ്ലോക്ക് മാതിരി. ഇതിനെ ഇതേമാതിരി ഇടണോ അതോ അങ്ങനെ അത് പൊട്ടിച്ചിട്ടിടണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വാട്സാപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. മീൻ വൈൽ എന്താ ചെയ്യാൻ പറ്റും? ഒന്നും കൂടെ ഉണ്ട്, സിനിമല്ലേ, വെള്ളത്തിലുണ്ടല്ലോ. അപ്പം അതിനെ ഞാൻ പ്ലാൻ ചെയ്തത് ഇതും പിന്നെ അവരൊരു സാധാ സ്റ്റിക്ക് തന്നിരിക്കുന്ന അത് ഈ പോട്ടിലേക്കാണ് മാറ്റുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി കൊടുക്കാമെന്നാണ് പ്ലാൻ. അപ്പം തൽക്കാലം ഇത് ചെയ്യാം, അവരെ മെസ്സേജ് വരുന്നേരം. ഓക്കെ, ഇതങ്ങനെ ഒരു ഇളക്കുണ്ട്. അതെന്താ ഇളകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി മണ്ണ് ഉണങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ഉറച്ചു. മോനെ ചരിയല്ല മോനെ, ഒരു ചരിവ്. ഓക്കെ, ഇനി ഇത് എനിക്കില്ല. എന്താ വെച്ചാൽ സൈക്കോളജി ആണെന്ന് മണ്ണ്. ഒന്നാമത് എനിക്ക് കൈ ഇങ്ങനെ ഡ്രൈ ആവുന്ന ഇഷ്ടമില്ല. പൗഡർ ഞാൻ ഈ പൗഡർ യൂസ് ചെയ്യില്ല. എനിക്ക് പൗഡർ തൊടുന്ന ഇഷ്ടമില്ല. പിന്നെ അതേമാതിരി ചോക്ക് എന്തോ മാതിരിയാവും. എനിക്കിങ്ങനെ മോയ്സ്ചർ വേണം വേഗം. പിന്നെ വേറൊരു ഇത്, എനിക്കിങ്ങനെ ടെൻഷൻ, പുഴു വരുമെന്ന് പേടി. പുഴു കണ്ടാൽ കഴിഞ്ഞ് ഞാനിപ്പോൾ വിളിക്കാൻ വിളിക്കും. ബൈ ദ വേ ഗൈസ്, നല്ല ഏർലി മോർണിംഗ് ആണ് ഇവിടെ. സമ്മർ അതിനെക്കൊണ്ട് നല്ല വെളിച്ചുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മറ്റേനെ ഇങ്ങോട്ടാക്കാൻ പോകണേ. ഞാൻ എടുത്തുകൊണ്ടിരട്ടെ. മെല്ലെ എണീക്കട്ടെ. ഈ സാധനത്തിന് ഇതിനെ നമ്മൾ അവർ പറഞ്ഞ് വെള്ളത്തിൽ നിന്ന് മാറ്റിക്കോ, മണ്ണിലാകുമ്പോൾ അത് നല്ലോണം അതിന് സുഖമായി വളരാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട്, ഇതിന് മണ്ണില്ല, ഇതിലേക്ക് വിടണം. പക്ഷേ അതിൻ്റെ മുന്നേ ഈ മണ്ണ് മാറ്റണ്ടേ. കുറച്ച് മണ്ണ് ഞാൻ അവിടെ കുറച്ച് മാറ്റിച്ചിരിക്കുന്നല്ലോ, അത് ഇതിലേക്ക് ഇടാം. ഓക്കെ, അപ്പം തൽക്കാലം എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ മണ്ണിനെ ഇങ്ങോട്ടേക്ക് ആക്കാം. കുറച്ച് സ്ഥലം വേണ്ടേ. ഇവിടുത്തെ മണ്ണ് ഇങ്ങനെ കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഡൗട്ട് ചെയ്ത് മണ്ണ് തന്നെയാണോന്ന്. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടുത്തെ മണ്ണ് നമുക്ക് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞു ചെടിക്ക്. ഞാൻ രാവിലെ നീറ്റ് വെള്ളം കൂടെ കുടിച്ചിട്ടില്ല. വെള്ളം കൂടെ കുടിക്കാണ്ടാണ് ഈ പണിക്കൊക്കെ ഇറങ്ങുന്നത്. എന്താ എത്ര നേരം വണ്ടി എഞ്ചിൻ ഓടുന്നു എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. പ്ലീസ് ഇതിൻ്റെ അടി വരെ പോവാം. നമുക്ക് അടി വരെ പോയിട്ട് അല്ല, കുറച്ചവിടെ നിന്നോട്ടല്ലേ. ഇത് അവർ തന്ന സ്റ്റിക്കാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. അയ്യോ,
ഇതാ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പോട്ടും മണ്ണും ഒക്കെ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യം എന്താ പറയുക, മണ്ണ് നനയുമ്പോഴുള്ള സ്മെല്ലില്ലേ, അപ്പം എനിക്ക് നാട് ഓർമ്മ വരും. സ്മെല്ല് അടിപൊളി. അപ്പം ഇതിനെ നമുക്ക് കുഴയ്ക്കാം. ചോറിൽ കറി കുഴയ്ക്കുന്ന അരി കുഴച്ച് 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 ചെടി ഇടണ്ടേ? ചെടി എപ്പോഴാണ് ഇത് വേണമെങ്കിൽ നമുക്ക് പതുക്കെ ഇറക്കി കൊടുക്കാം. ഇത് കുറച്ച് സ്ട്രോങ് ആയി നിന്നോട്ടെ. ഇങ്ങനെയാണ് നോക്കണ്ടേ? ഇങ്ങനെ വെച്ച് കൊടുക്കല്ലേ. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഒരു കൊളുത്തി കൊടുക്കാമല്ലോ. ഓക്കെ, ഇതിനെ വെച്ചേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ? ഈ മണ്ണ് ഇങ്ങോട്ട് ഇടാം. മണ്ണിട്ട് വെള്ളം ഒഴിച്ച് അവരൊരു വളം തന്നിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. കുറച്ചിട്ടെടുത്താൽ മതി പറഞ്ഞ വളം. കുറച്ചും കൂടെ വെള്ളം അത്ര മതി. എന്താവോ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിലേ, ആരെങ്കിലും പോരാ, ഇതിനെ പറ്റി ഐഡിയ ഉള്ളവർ ചെയ്യാനേ. ഇപ്പോൾ സൗമ്യ ഉണ്ടായത് മഹാഭാഗ്യം. അവൾക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വീട്ടിൽ കുറേ ചെടിയുണ്ട്. എൻ്റെ ട്യൂഷൻ കുട്ടീൻ്റെ അമ്മയാണ്. ഓക്കെ ഗൈസ്, എന്താ നമ്മൾ ചെയ്യാൻ പോയത്? ആക്ച്വലി ഇവിടെ എന്താ വഴി നിൽക്കാത്ത എന്താ? നിൽക്കൂ. കൈകൊണ്ട് പ്രസ് തീർക്കണോ? കൈകൊണ്ട് തൊടാൻ എനിക്കൊരു സൈക്കോളജിക്കൽ ബ്ലോക്ക് ഉണ്ട്. പ്രസ് ചെയ്തെടുക്കാൻ ഇല്ല, കപ്പാവുന്നുണ്ട്. എനിക്കൊന്ന് ഉണങ്ങണം തോന്നുന്നു. നിൽക്കൂ പ്ലീസ് പ്ലീസ്. മാറ്റിക്കല്ലേ, നിൽക്കവിടെ. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഈ ചെടീനെ എടുത്തിട്ട് ഓൾ ദ ബെസ്റ്റ് ബ്ലെസ് യു. അതാ പോകുന്ന പോകുന്ന സാധനങ്ങൾ. പക്ഷേ ഇതിനൊരു പ്രശ്നം ഞാൻ കാണുന്നത് ഗൈസ്, അയ്യോ എൻ്റെ അമ്മേ, എന്താ ചെയ്യാ? പൊട്ടിച്ചിട്ട റൂട്ട് എനിക്കറിയില്ല. ഞാൻ പൊട്ടിക്കാൻ പാടുണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല. ഞാൻ പൊട്ടിക്കാൻ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ലെയറിങ്. ഇത് നമ്മുടെ ബിരിയാണി ദമ്മിടുന്ന അരിയുണ്ട്. എനിക്കില്ലേ മലാസനത്തിലിരിക്കുമാണ് കുറച്ചും കൂടെ സുഖം. ട്രൗസർ ഇട്ടാൽ നന്നായി. മതിയാവല്ലേ? മതിയാവല്ലേ? നമുക്ക് എന്ത് തോന്നുന്നു? മതിയാവോ? ഇതിനിപ്പോൾ എന്താ ചെയ്യുക? ദൈവമേ, എനിക്കൊന്ന് നല്ല ഐഡിയാസ് തരൂ ദൈവം. ഓക്കെ, ചട്ടി സെറ്റ് ആയിക്കണേ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി ഈ സാധനം കൂടെ ഇവിടെ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ചുറ്റാം നമുക്കിങ്ങനെ. ഓക്കെ, റെഡി? ഓൾ ഓഫ് യു റെഡി? ഇവിടെ അല്ല, നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ചെയ്യാം. ഞാൻ ചെയ്യാം. ഓക്കെ, ഇവിടെ
പക്ഷെ ഇത് മേലോട്ടേക്ക് പോകാൻ അയ്യോ എനിക്കറിയില്ല. ചുമർമിൽ മറ്റേ എന്താ പറയുക സക്ഷൻ ഹുക്സ് ഇല്ലേ, അത് ഞാനിപ്പോൾ ഡേ ടു ഡേ ഇപ്പോൾ വാങ്ങേണ്ടി ഇവിടെ ഇല്ല. ആബിദേൻ്റെ അടുത്തുണ്ടോ ചോദിച്ചോ. എനിക്ക് പിന്നെ എന്താ അറിയോ, ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങനെ തീർക്കണത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. പക്ഷെ ഇത് കഴിഞ്ഞാലേ എനിക്ക് ചെയ്യാം. ഇങ്ങനെ ചുറ്റായിരിക്കും അല്ലേ, പ്രശ്നം ഉണ്ടാവില്ല ഇരിക്കില്ലേ ചുറ്റാൽ. My beautiful chutney is ready, guys. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ കൈ വരയ്ക്കുന്നു. അയ്യോ വരയ്ക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഓം നമഃ ശിവായ. കൃഷ്ണ I did it guys, I did it. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും നമുക്ക് എല്ലാത്തിനും. ഇവിടെ കുറച്ച് നനവ് ഡ്രൈ ആയി കിടക്കുന്നു. സെറ്റ് മക്കളെ സെറ്റ്. അപ്പം ഞാൻ ഇതിനെ കൊണ്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്യട്ടെ. ഒന്ന് ജാമര മെസ്സേജ് വന്നാൽ നോക്കട്ടെ. ഈ സാധനം ഞാൻ പറഞ്ഞല്ലേ ഇതിനെങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. ഓക്കെ, ഇതിൽ അതുപോലെ ഗൈസ്. അപ്പം ഓക്കെ, അപ്പം ഇല്ലേ പറഞ്ഞ മാതിരി അവർ ബിസിയാണ്, അവർ കുക്ക് ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പം ഞാനിപ്പം എൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ പറയുക ചെയ്യാൻ പോകുന്നത്, കൈ കുത്തിപ്പോയി. എൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ സാധനത്തിനെ ഇങ്ങനെ എടുക്കും. ഓക്കെ, ഇതോടെ ഇതോടെ എടുത്തിട്ട് ഇത് മൺകട്ട കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെക്കാൻ പോവാം ഇതിൻ്റെ ഉള്ളിലേക്ക് സൈഡിൽ. പോരെ, പൊട്ടിക്കണോ? എന്താ ചെയ്യുക? എനിക്ക് തോന്നുന്നു പൊട്ടിക്കണ്ട, അതിങ്ങനെ റൂട്ട്സിന് സ്പ്രെഡ് ആയിക്കോട്ടെ. പൊട്ടിക്കണോ? ഒന്ന് ഇടിച്ചു നോക്കാം പൊട്ടുമോന്നല്ലേ. ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടാണ്. പൊട്ടിച്ച് ഞാൻ ലൂസാക്കി ഇത് ഇവിടെ തന്നെ വന്നോട്ടെ. ഐ എം കൈൻഡ് ഓഫ് ഫീലിംഗ് സോ ഹാപ്പി. ഐ ഫീൽ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈം അത് ചെയ്യുന്നത്. ആൻഡ് എന്തോ ഒന്ന് കറക്റ്റായൊരു ഫീലിംഗ് എനിക്ക്. നല്ല സന്തോഷമുണ്ട്. ഞാനിതിൽ വളം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. വളം മിക്സ് ചെയ്തോ? ഉണ്ടല്ലേ, നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിനെ മൂടാനുള്ള മണ്ണില്ലേ? മണ്ണ് കുറഞ്ഞോ? ഞാൻ വേണമെങ്കിൽ അവിടെ പോയിട്ട് എടുത്തുകൊണ്ടുവരാം. കുറച്ചും കൂടെ ഓരോ വീട്ടിലുണ്ട് മണ്ണ്. എനിക്കില്ല, ഭക്ഷണം കഴിക്കുന്നു. നല്ലോണം വിശക്കുന്നു ഇപ്പോൾ. പക്ഷെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മടിയാണ് ഗൈസ്. കൂടെ എന്താ ചെയ്യുക, ഈ സൈഡിലേക്ക് ഇടുന്നതിനുള്ള കുറച്ച് പക്ഷേ മണ്ണ് ഇനി വേണം, കുറച്ചും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും.
ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചട്ടി പൊന്തിച്ചപ്പം മണ്ണ് ചോർന്നു പോയി പറഞ്ഞില്ലേ, ആ മണ്ണ് ഞാൻ ഡസ്റ്റ്പാൻഡ് എടുത്ത് ഇത് നമുക്ക് ഇങ്ങോട്ട് തട്ടി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുളയും തോന്നുന്നു, കാരണം കുറച്ചും കൂടെ മണ്ണ് വേണം. ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് ഞാൻ അവരങ്ങോട്ട് വിളിക്കുന്നു ഇൻസ്പെക്ഷന്, ഇതൊന്ന് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രോങ് അല്ലല്ലോ, പ്രസ് ചെയ്യാം നമുക്ക് നേരത്തെ ചെയ്ത മാതിരി. കണ്ടോ എൻ്റെ ആ ഒരു ഇത് പോയി, പ്രസ് ചെയ്യാനുള്ളൊരു വൈക്ലഭ്യം, മാനസിക വിഭ്രാന്തി പോയി പ്രസ് ചെയ്യാൻ. നിങ്ങളിത് കാണുന്നില്ലേ, വെള്ളം ലീക്കാവുണ്ട്. കൈ കഴുകിച്ചു തരാം. ഇത് കുറച്ച് പഴയ പ്ലേറ്റാണ്. ഓക്കെ, ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. കാരണം ഇത് ഓട്ടമല്ല ചട്ടിയല്ലേ ഗൈസ്, ഒന്ന് ഓർമ്മപ്പെടുത്തണ്ടേനോ ഇത് പ്ലേറ്റിൽ വെച്ച് ചെയ്യാൻ. അയ്യാ, ഓക്കെ, അപ്പം നമുക്കൊന്ന് ചേച്ചി കൊടുക്കാം. ഇതിന് ഈസി. Here you go. Here you go. Here you go. ഒരു പറഞ്ഞ ചെറിയ റൂട്ട്സ് ഒക്കെ ഇതിലേക്ക് പിടിച്ചോളുന്നാകും. ഡൺ. ഇനി ഇതിന് ഞാൻ അങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ പോണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു വിളിക്കുന്നുണ്ട് എന്നെ ഇപ്പോൾ, പക്ഷേ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ആകെയുള്ളൊരു പ്രശ്നം ഈ ക്ലീനിങ്